വീണ്ടും ഒരിക്കൽ കൂടി കഥകളുടെ ലോകത്തേക്ക് സ്വാഗതം. കേട്ടിട്ടില്ലേ ത്രിശങ്കു സ്വർഗമെന്ന്? ത്രിശങ്കുവിന് എങ്ങനെ ത്രിശങ്കു എന്ന പേര് കൈവന്നു? പുരാണ കഥകളിൽ കൂടുതലും അത്ഭുത പ്രതിഭാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കേൾക്കാം ഒരിക്കൽ കൂടി ത്രിശങ്കു സ്വർഗം. മാന്ധാതാവിൻ്റെ പുത്രനായ പുരുകുത്സൻ, അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട ത്രിബന്ധനൻ്റെ പുത്രനായ സത്യവ്രതനാണ് ത്രിശങ്കു എന്നറിയപ്പെടുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ദുർമാർഗിയായിരുന്ന സത്യവ്രതൻ ഒരിക്കൽ ഒരു വിവാഹ മണ്ഡപത്തിൽ വച്ച് വധുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോരുന്നു. വധുവിൻ്റെ പിതാവായ ബ്രാഹ്മണശ്രേഷ്ഠൻ രാജാവിനോട് പരാതിപ്പെട്ടു. പുത്രൻ്റെ പ്രവൃത്തികളിൽ മനംനൊന്ത് അദ്ദേഹം സത്യവ്രതനെ രാജ്യഭ്രഷ്ടനാക്കുന്നു. സത്യവ്രതൻ രാജ്യം ഉപേക്ഷിച്ച് യാത്രയായി. ഈ പ്രവർത്തനങ്ങളൊക്കെ കൂടി രാജാവിനെ ദുഃഖിതനാക്കുന്നു. അങ്ങനെ രാജ്യഭാരം കുലഗുരുവായ വസിഷ്ഠനെ ഏൽപ്പിച്ച് രാജാവ് തപസ്സിന് പുറപ്പെട്ടു. രാജാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട രാജ്യത്ത് അരാജകാവസ്ഥ വന്നു ചേർന്നു. തപസ്സിന് പോയ വിശ്വാമിത്രൻ്റെ ഭാര്യയും കുട്ടികളും വിശപ്പടക്കാനാവാതെ കഷ്ടപ്പെട്ടു. ഉപജീവനത്തിനായി കുട്ടികളെയും കൊണ്ട് അലയുന്നതിനിടെ വിശ്വാമിത്ര പത്നിയെയും കുട്ടികളെയും സത്യവ്രതൻ കണ്ടുമുട്ടുകയും വിശ്വാമിത്രൻ തിരികെ എത്തുന്നതുവരെ അവർക്കുള്ള ഭക്ഷണം താൻ നൽകിക്കൊള്ളാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്യുന്നു. വേട്ടയാടി കിട്ടുന്ന വസ്തുക്കൾ സത്യവ്രതൻ ആശ്രമത്തിന് വെളിയിൽ കൊണ്ടുവയ്ക്കും. അതെടുത്ത് വിശ്വാമിത്ര പത്നി പാകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം സത്യവ്രതന് ഒന്നും ലഭിച്ചില്ല. ദുഃഖിതനായ സത്യവ്രതൻ വസിഷ്ഠൻ്റെ പശുവിനെ വധിച്ച് അതിൻ്റെ മാംസം ഭക്ഷണമാക്കാൻ കൊടുക്കുന്നു. വിശ്വാമിത്ര പത്നിക്ക് ഇതറിയില്ലായിരുന്നു. താൻ വളർത്തിപ്പോന്ന പശുവിനെ കൊന്ന സത്യവ്രതനെ വസിഷ്ഠൻ ശപിച്ചു ചണ്ഡാലനാക്കി. പിതാവിൻ്റെ കോപം, അന്യൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകൽ, പശുവിൻ്റെ മാംസം ഭക്ഷിക്കൽ, ഇങ്ങനെ 3 ശങ്കുകൾ അഥവാ പാപങ്ങൾ ചെയ്തതുകൊണ്ട് സത്യവ്രതൻ ത്രിശങ്കു എന്നറിയപ്പെടാൻ തുടങ്ങി. സത്യവ്രതന് ജീവിതം തന്നെ മടുത്തു. സ്വയം അഗ്നികുണ്ഡമുണ്ടാക്കി അതിൽ ചാടാനിരിക്കെ ദേവിയെ നന്നായി പ്രാർത്ഥിച്ചു. ഈ സമയത്ത് സത്യവ്രതന് മുൻപിൽ മഹാമായ പരാശക്തി പ്രത്യക്ഷപ്പെടുകയും ദേവിയുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് രാജ്യം ഉൾപ്പെടെ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുകയും ചെയ്യുന്നു. വളരെ കാലം ഐശ്വര്യപൂർണമായ രാജ്യഭരണം കാഴ്ചവെച്ചതിന് ശേഷം പുത്രനായ ഹരിശ്ചന്ദ്രനെ രാജ്യഭരണമേൽപ്പിച്ച് അദ്ദേഹം ഉടലോടെ സ്വർഗം പോകാനൊരുങ്ങി. അതിനുവേണ്ടി യാഗം നടത്തി തരണമെന്ന് അദ്ദേഹം വസിഷ്ഠനോട് ആവശ്യപ്പെട്ടു. രാജാവുമായി ആദ്യമേ തന്നെ രമ്യതയിലല്ലാതിരുന്ന വസിഷ്ഠൻ രാജാവിനു വേണ്ടി യാഗം നടത്താൻ വിസമ്മതിച്ചു. എന്നാൽ വസിഷ്ഠനുമായി ശത്രുതാ മനോഭാവം പുലർത്തി വന്നിരുന്ന വിശ്വാമിത്രൻ ത്രിശങ്കുവിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ തയ്യാറാവുന്നു. അങ്ങനെ യാഗപുക ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. ത്രിശങ്കു ഉടലോടെ മുകളിലേക്ക് ഉയർന്നു. ഇതിനനുവദിക്കാതെ ദേവന്മാർ ത്രിശങ്കുവിനെ തലകീഴായി തള്ളിയിട്ടു. ത്രിശങ്കു താഴേക്ക് വരാതെ വിശ്വാമിത്രൻ തൻ്റെ തപശക്തിയാൽ ഒരു പ്രത്യേക സ്വർഗം നിർമ്മിച്ച് ത്രിശങ്കുവിനെ അവിടെ നിലനിർത്തി. ആ സ്വർഗത്തിന് അങ്ങനെ ത്രിശങ്കു സ്വർഗം എന്ന നാമം ലഭിച്ചു. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. എന്നും പറയാറുള്ളത് പോലെ തന്നെ കഥയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.